സെപ്റ്റംബർ 11. ലോകം ഈ തീയതിയെ ഓർക്കുന്നത് ന്യൂയോർക്കിലെ ടവറുകൾ തകർന്ന ദിവസമായിട്ടാണ്. എന്നാൽ അതിനു 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് 1973 അതേ ദിവസം ലാറ്റിൻ അമേരിക്കയുടെ തെക്കേ അറ്റത്ത് ജനാധിപത്യം കത്തിയെരിയുകയായിരുന്നു. ഇത് ചിലിയുടെ കഥയാണ്. ബാലറ്റ് പെട്ടിയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ഒരു മനുഷ്യന്റെയും തോക്കുകൊണ്ട് അതിനെ നേരിട്ട സാമ്രാജ്യത്വത്തിന്റെയും കഥ. 1970 ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ട കാലം. ലോകം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. ചിലിയിൽ ഒരു മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് നേതാവ് സാൽവദോർ അല്ലൻഡെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് ആയിരിക്കുന്നു. അദ്ദേഹം വെറുമൊരു ഭരണാധികാരി ആയിരുന്നില്ല. ചിലിയിലെ പാവപ്പെട്ടവർക്ക് അദ്ദേഹം ആഹാരവും മരുന്നും നൽകി. വിദേശ കമ്പനികൾ കൈയടക്കി വെച്ചിരുന്ന ചെമ്പ് ഖനികൾ അദ്ദേഹം ദേശസാൽക്കരിച്ചു. പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ആ ഭരണം പക്ഷേ ചില വമ്പൻ ശക്തികളുടെ ഉറക്കം കെടുത്തി. ആരായിരുന്നു അല്ലൻഡെയുടെ ശത്രുക്കൾ? ചിലിയിൽ മറ്റൊരു ക്യൂബ ഉണ്ടാകുമെന്ന് അമേരിക്ക ഭയന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണും സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും ചേർന്ന് ഒരു ഗൂഢാലോചനയ്ക്ക് തിരികൊളുത്തി. CIA അതിന് ചുക്കാൻ പിടിച്ചു. ട്രക്ക് ഡ്രൈവർമാരുടെ പണിമുടക്കുകൾ, സാമ്പത്തിക ഉപരോധങ്ങൾ. ലക്ഷ്യം ഒന്നായിരുന്നു: മേക്ക് ദ ഇക്കോണമി സ്ക്രീം. ചിലിയുടെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുക. ഒടുവിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അവർ കണ്ടെത്തിയത് അല്ലൻഡെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച സൈനിക തലവൻ ജനറൽ അഗസ്റ്റോ പിനോഷയെ ആയിരുന്നു. 1973 സെപ്റ്റംബർ 11 രാവിലെ 8 മണി. സാന്തിയാഗോയിലെ തെരുവുകളിൽ ടാങ്കുകൾ ഇരമ്പി. പ്രസിഡൻഷ്യൽ പാലസായ ലാ മോനേദ വളയപ്പെട്ടു. കീഴടങ്ങാൻ പിനോഷെ ആവശ്യപ്പെട്ടു. എന്നാൽ കയ്യിൽ ഫിദൽ കാസ്ട്രോ സമ്മാനിച്ച തോക്കുമായി അല്ലൻഡെ നിവർന്നു നിന്നു. മരണത്തിന് തൊട്ടുമുമ്പ് റേഡിയോ മാഗല്ലനസിലൂടെ അദ്ദേഹം ലോകത്തോട് അവസാനമായി സംസാരിച്ചു. ഇതെന്റെ അവസാന വാക്കുകളാകാം, പക്ഷേ എന്റെ ത്യാഗം വെറുതെയാകില്ല. വഞ്ചനയ്ക്കും ഭീരുത്വത്തിനുമുള്ള മറുപടിയായി ചരിത്രം എന്നെ രേഖപ്പെടുത്തും. ബോംബുകൾ വർഷിച്ചുകൊണ്ടിരുന്നു. ഉച്ചയോടെ പുകപടലങ്ങൾക്കിടയിൽ ആ വിപ്ലവകാരി വിടവാങ്ങി. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിനോഷയുടെ പട്ടാള ഭരണം ചിലിയെ ഒരു തടവറയാക്കി മാറ്റി. പ്രശസ്തമായ നാഷണൽ സ്റ്റേഡിയം ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായി. ഗായകനായ വിക്ടർ ജാറയുടെ വിരലുകൾ അവർ തല്ലിയുടച്ചു. പാട്ടുകൾ നിശബ്ദമാക്കി. ആളുകൾ കൊല്ലപ്പെട്ടു. 10,000 അപ്രത്യക്ഷരായി. 17 വർഷം നീണ്ടുനിന്ന ക്രൂരമായ ഏകാധിപത്യം. പക്ഷേ തോക്കുകൾക്ക് ആശയങ്ങളെ കൊല്ലാനാവില്ലെന്ന് കാലം തെളിയിച്ചു. പിനോഷെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. സാൽവദോർ അല്ലൻഡെ ഇന്നും ലാറ്റിൻ അമേരിക്കയുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ചിലി പഠിപ്പിച്ച പാഠം ഇതാണ്: ജനാധിപത്യം ഒരു ദാനമല്ല, അത് പൊരുതി നേടേണ്ട അവകാശമാണ്.